എന്നെ ഒന്ന് താഴെ ഇറക്കടാ. ദൈവമേ, ഇപ്പൊ താഴെ നിന്ന് മനുഷ്യനല്ലേ ഇത്? ഇങ്ങനെ ഇതെങ്ങനെ മുകളിൽ കേറി? കേറിയതല്ല, എന്നെ കേറ്റിയതാ. ആക്ടിങ് തും നിനക്കതൊക്കെ എങ്ങനെ ഡാവുക സാധിക്കും? മണവാളം ജയിക്കുവോ? ഞാൻ ഇവനൊക്കെ പടക്കുറുപ്പന്മാരുടെ ഫാമിലിയാ. ജഗലുടെ രക്തമെന്ന് പറയുന്നത് ക്ഷത്രിയ രക്തമാ. അങ്ങനെ പറഞ്ഞു കൊടുക്കണം. നീ പോടാ എന്നിട്ട്. ഇങ്ങനെയാണെങ്കിൽ നീ ശരിയാവൂല. നീ ആദ്യം എങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ. അടിക്കുന്ന ാണെന്ന് പറയില്ലടാ, അത്രക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ട്. തൂക്കി മക്കളെ തൂക്കി. സ്റ്റേറ്റ് ചാമ്പ്യൻ ആയിട്ട് നിൽക്കാണ്. ഈ അവസരം പാർക്കാനൊക്കെ എന്താ പറയാനുള്ളത്? ഇത് കാറിൽ നിന്ന് കൊണച്ചാലോ അതോ വീട്ടിലിരുന്ന് ഗെയിം കളിച്ചുണ്ടാക്കണ സാധനമല്ല, റിങ്ങി അറിഞ്ഞ് കളിച്ചുണ്ടാക്കിയ സാധനം. നിനക്കും ഞാൻ അസുഖമില്ലാത്തോണ്ട് കുഴപ്പമില്ലട്ടാ. ഞാൻ 3 മാസമേ ഉള്ളൂ MMA സ്റ്റാർട്ട് ചെയ്തിട്ട്. ഓക്കെ ഇത് സ്റ്റേറ്റ് കോമ്പറ്റീഷൻ ഒന്നല്ലല്ലോ? ഒരു കോപ്പല്ല. മ്യൂസിക് ഗോൾഡ് മെഡൽ കിട്ടി, സ്റ്റേറ്റ് ചാമ്പ്യനായി. അടുത്ത നാഷണലിലൊക്കെ പോകും. ഉണ്ട്. ഞാൻ അടുത്ത് പ്രിപ്പയർ ചെയ്യണത് നാഷണൽ ചാമ്പ്യൻഷിപ്പിന്. അത് കഴിഞ്ഞിട്ട് വേൾഡ് ചാമ്പ്യൻഷിപ്പ്. ഇന്ത്യയുടെ അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോണോ ശിവൻകുട്ടി? റേഷൻ കട മറന്ന് മണ്ണെണ്ണ വാങ്ങണോ? ഞാൻ അടുത്ത് പ്രിപ്പയർ ചെയ്യണത് നാഷണൽ ചാമ്പ്യൻഷിപ്പിന്. അത് കഴിഞ്ഞിട്ട് വേൾഡ് ചാമ്പ്യൻഷിപ്പ്. ഇന്ത്യയുടെ ഫ്ലാഗ് ഞാൻ എന്ത് ചെയ്ത് തൂക്കും. അതിലൊരു സംശയമില്ല. ഫുൾ കോൺഫിഡന്റ് ആണ് ഞാൻ. പതാക പിടിക്കത്രേ. അതിനിപ്പോ വേൾഡ് കപ്പ് പോണ്ട. ആഗസ്റ്റ് 15 സ്കൂളിലൊന്ന് പോയാൽ മതി. ഒരു ചോറ്റും മാത്രം കയ്യിൽ വെച്ചോ. ഇന്ത്യൻ പതാക പിടിക്കാൻ പോണു. ഇതല്ല പണിക്കും പോയി കുറങ്ങൊക്കെ. എനിക്ക് മണവാളനോട് ഒരു കാര്യം പറയാനും. മണവാളൻ, ഞാൻ ഇന്നലെ മണവാളന്റെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ കുറെ പേര് പേഴ്സണലായിട്ടും അതുപോലെ കമന്റ് ബോക്സിലൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ബ്രോ ഇത് ഫേക്ക് ആണോ, അത് റിയൽ ആയിട്ടുള്ള സംഭവമാണോ? സംഭവം എന്ന് വെച്ചാൽ 100% ഫേക്ക് ആണ്. ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. തന്തയില്ലാത്തരെന്നാ പറയാം. പക്ഷെ ഞാൻ നിന്നെ ചലഞ്ച് ചെയ്ത് മറക്കണ്ട, നിനക്ക് പറ്റുന്നുണ്ട്. ഞാൻ ചലഞ്ചർ റെഡിയാണ്. വീണ്ടും സന്ധിക്കവരേക്കും വണക്കം.